അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ച് കുട്ടപ്പനായി നമ്മൾ സെറ്റായി വണ്ടി കയറി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പരുന്തുംപാറയായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. അതൊരു അടിപൊളി വ്യൂ പോയിന്റ് ആയിരുന്നു. ഇത് ആദ്യം മുകളിലോട്ട് കയറണം, നമ്മൾ അടിയിലോട്ട് ഇറങ്ങാനായിട്ട്. ഈ കാണുന്ന എന്താ പറയുക, കുറച്ച് റോക്കി സ്റ്റെപ്പുകളൊക്കെ നമ്മൾ നടന്ന് അഡ്വഞ്ചറസിലൂടെ കടന്ന് നമ്മൾ അടിയിലോട്ട് എത്തി. ഈ ഒരു അടിപൊളി വ്യൂ, ഈ കാണുന്ന വ്യൂ മോനെ സെറ്റ് ആയിരുന്നു. ആ തുഞ്ചത്ത് പോയി നിൽക്കാം, പക്ഷേ എന്താ ചെയ്യുക, ചെറുതായിട്ട് പേടിച്ചു. അത് കാരണം നമ്മൾ അങ്ങനെ ആരും കൂടെ പോയില്ല. പക്ഷേ ഇറങ്ങിയ പോലെ ആയിരുന്നില്ലേ നമ്മൾ കയറുന്നത്, അത് കുറച്ച് അധികം ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും പട്ടികളായി അവിടെ ഇരുന്ന് കതച്ച് പണ്ടാറങ്ങി. ഈ നിൽക്കുന്ന രണ്ടാൾക്കാർ ഇറങ്ങിയില്ല കേട്ടോ, മടി. എന്താ ചെയ്യാം, അതൊന്നും പറയാണ്ട് നമ്മൾ വീണ്ടും രണ്ടാമതിൻ്റെ മേളിലോട്ട് കയറി, മേളിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ട്. അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് കുറേ അല്ലവലാദികൾ ഫുള്ള് വേസ്റ്റ് വലിച്ചു വാരിയിട്ടിരിക്കുക. എന്ത് ചെയ്യുമരെ. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ ഗംഭീരമായിരുന്നു, അതായത് അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നോക്കി നിൽക്കും നമ്മൾ കുറച്ച് നേരം. അങ്ങനെ ഞങ്ങളതൊക്കെ നോക്കി നേരെ വണ്ടിയിലോട്ട് കയറി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. അടുത്ത സ്ഥലമായിരുന്നു നമ്മുടെ ചാർലി പോയിന്റ്. അങ്ങോട്ട് പോകണ നേരത്തെ ഈ മനുഷ്യൻ അങ്ങോട്ട് കമ്മന്നിടുന്ന എന്തൊക്കെയാണ് കാണിക്കേണ്ടിയിരുന്നു. പാട്ട് കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ ശരിയാക്കാൻ പോയത്, റെഡി ആവുന്നില്ല വേറെ. ഇതാണ് ചാർലി പോയിന്റോട്ടുള്ള വഴി. നമ്മളവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നമ്മൾ അവസാനം ഒരു സ്ഥലത്ത് എത്തി. ഏതാണ്ട് അതേപോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നോക്കി വന്നപ്പോൾ ഒരു കുഴി മാത്രമുള്ളൂ, വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കണ്ട കുഴിയായിരുന്നു ചാർലി പോയിന്റ്. ഞാൻ പിന്നെ പണ്ടേ കുറച്ച് അഡ്വഞ്ചറസ് ആയ കാരണം കയറാൻ പറ്റിയൊരു മരം കണ്ടപ്പോൾ അത് കയറി 4 പോസ്റ്റൊക്കെ ഇട്ട് അടിയിലോട്ട് ഇറങ്ങി. അവിടെ നേരെ ഇറങ്ങി നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോയത്. നമ്മൾ ഫുഡ് അടിക്കാൻ കയറി റെസ്റ്റോറൻറ്റ് അത്ര നല്ലതായിരുന്നില്ല. ഫുഡൊന്നും വലിയ മെനു ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ കസ്റ്റമർ സർവീസും വളരെ മോശമായിരുന്നു. നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലോട്ട് തിരിച്ചു പോയി. പിന്നെ അവിടുത്തെ പരിസരങ്ങളൊക്കെ വെറുതെ കുറച്ച് നേരം ചുറ്റി നടന്ന് കണ്ടു. അവിടെ നിന്ന് വന്ന് നമ്മൾ നേരെ പൂളിലോട്ട് എടുത്തൊരു ഒറ്റ ചാട്ടായിരുന്നു. പൂളിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് കുറച്ച് അധികം നേരം നമ്മൾ വെള്ളത്തിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് കയറാനായിട്ട് കുറച്ച് അധികം സമയം എടുത്തു. കയറി കഴിഞ്ഞ് ഫുഡ് അടിക്കാനായപ്പോൾ നല്ല അടിപൊളി ആവി കയറ്റിയ ബ്രെഡും നല്ല അടിപൊളി ചിക്കൻ കറി, നല്ല ബീഫ് റോസ്റ്റും ചപ്പാത്തി ഒക്കെ വന്നു. ഊഫ്, എന്തൊട്ട് ടേസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ചെറുതായിട്ടൊരു ചീട്ടുകളിയൊക്കെ കളിച്ച് ചെറിയ മിച്ചറൊക്കെ പൊട്ടിച്ച് തിന്ന് നമ്മൾ പാട്ടൊക്കെ വെച്ച് ചെറിയ മൂടായി. എന്താ ചെയ്യുക, ഇതല്ലേ ലാസ്റ്റ് കളിയാണ്, ഐ മീൻ ലാസ്റ്റ് ഡാൻസ് ആയിരിക്കും. ഇവരൊക്കെ പോവേ, ഇത് കഴിഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞ് ഇവരൊക്കെ പോവേ. ഞാൻ ഈ റീലിടുമ്പോൾ ഇവരൊക്കെ പോയിണ്ടാവും, അത് വേറെ കാര്യം. ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ നേരം വൈകി. പിന്നെ രാവിലെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി നേരെ വണ്ടിയിലോട്ട് കയറി നമ്മൾ ഏലം വില്ലേനോട് ടാറ്റ പറഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ ഒരു വെക്കേഷനും കഴിഞ്ഞു. ഇനി ഇങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ 1-2 കൊല്ലമൊക്കെ കഴിയണം. ഇവരൊക്കെ പോവേ, എന്താ ചെയ്യാ. അപ്പോൾ ഓക്കെ, ബൈ.